കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം എന്ന CJP ആവശ്യം അംഗീകരിക്കില്ലെന്ന് സർക്കാർ വൃത്തങ്ങൾ. വാങ്ചുകിന്റെ മോചനം, നീറ്റ് പരീക്ഷയെ തുടർന്ന് ജീവൻ നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം എന്നീ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കും. അതേസമയം ഇന്നലെ CJP പ്രവർത്തകർ പാർലമെന്റിലേക്ക് നടത്തിയ പ്രതിഷേധത്തിനിടെയുണ്ടായ ആക്രമണത്തിൽ 118 പോലീസുകാർക്ക് പരിക്കേറ്റെന്ന് ഡൽഹി പോലീസ്. 60 പ്രതിഷേധക്കാർക്കും പരിക്കേറ്റു. 70 പേരെ അറസ്റ്റ് ചെയ്തു. ഇന്നലെ ഡൽഹിയിൽ നടന്ന അക്രമങ്ങൾക്ക് പിന്നിൽ ഇടത് വിദ്യാർത്ഥി സംഘടനകളെന്ന് BJP ആരോപിച്ചു. ഇന്നും പാർലമെന്റിലേക്ക് പ്രതിഷേധത്തിന് സാധ്യതയുണ്ട്. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബാലഗോപാൽ, ഗുഡ് മോർണിംഗ്. നിരവധി പേർക്ക് പരിക്കേറ്റു, പൊതുമുതൽ നശിപ്പിച്ച പേരിൽ കേസ് തുടങ്ങി പല കാര്യങ്ങളും ഇന്നലെ പ്രതിഷേധത്തിൽ ഉണ്ടായി. ഇന്ന് തുടർ പ്രതിഷേധങ്ങളും ഉണ്ടാകും എന്ന് അറിയുന്നല്ലോ. എന്താണ് വിശദവിവരങ്ങൾ? മോദി, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ജന്തർ മന്ദറിലാണ്. ഇന്നലെ അക്ഷരാർത്ഥത്തിൽ കലാപഭൂമിയായിരുന്ന ജന്തർ മന്ദറിലെ ഇന്നത്തെ രാവിലത്തെ പ്രഭാത കാഴ്ചകളാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇതാണ്, ഈ വേദിയിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ സോനം വാങ്ചുക്കും അതുപോലെ തന്നെ അഭിജിത്ത് ദീപ്കയുമൊക്കെ ഈ നിരാഹാര സമരം ഇരുന്നിരുന്നത്. ആ സമരവേദി ഏറെക്കുറെ ഇന്നലെ അതിൻ്റെ നല്ലൊരു ഭാഗം ഇന്നലെ പോലീസ് പൊളിച്ചു നീക്കിയിരുന്നു. ഈ സമരം ഈ ജന്തർ മന്ദറിൽ നടത്തുന്നത് പൂർണ്ണമായും വിലക്കിയിരുന്നു, പോലീസ് വിലക്കിയിരുന്നു. പക്ഷേ രാത്രിയോടുകൂടി നമുക്ക് കാണാം ഇതുപോലെ നൂറുകണക്കിന് ഈ CJP പ്രവർത്തകർ ഇവിടെ എത്തുകയും വീണ്ടും ഈ സമരം ആരംഭിക്കുകയും ചെയ്തിരിക്കുകയാണ്. നിലവിൽ ഇവിടെ അഭിജിത്ത് ദീപ്ക ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതാക്കൾ ആരും തന്നെ ഇല്ല. പക്ഷേ ഇപ്പോഴും ഇന്നലെ രാത്രിയൊക്കെ ഇവിടെ നൂറുകണക്കിന് പേർ ഇവിടെ എത്തുകയായിരുന്നു ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ മേഖലയിൽ വൈദ്യുതി ഉണ്ടായിരുന്നുവെങ്കിലും ഇന്നലെ പോലീസ് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരുന്നു. രാത്രി കുറ്റാക്കൂരി ഇരുട്ടിൽ, അതും ഡൽഹിയിൽ നല്ല മഴയുണ്ട്, ആ മഴയിലാണ് ഈ പ്രവർത്തകരൊക്കെ തന്നെ ഇവിടെ സന്നിഹിതരായത്. ഇന്ന് രാവിലെ ആകുമ്പോൾ കൂടുതൽ പ്രവർത്തകർ, CJPയുടെ പ്രവർത്തകർ ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും ഇന്നലെ ഈ കലാപം നടന്ന, അല്ലെങ്കിൽ ഈ അക്രമ സംഭവങ്ങൾ നടന്ന ഈ സ്ഥലത്തെ കൂടുതൽ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാം. ഇവിടെ ഉണ്ടായിരുന്ന ടെന്റുകൾ, അതായത് ഇവിടെ വിവിധ ടെന്റുകളിലും മറ്റുമായിരുന്നു ഈ പ്രവർത്തകരൊക്കെ ഉണ്ടായിരുന്നത്, വിവിധ പാർട്ടികളുടെ പ്രവർത്തകരൊക്കെ ഉണ്ടായിരുന്നത്. അവിടെയാണ് ഇന്നലെ പോലീസിന്റെ വ്യാപകമായ തോതിലുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടായിരുന്നത്. പോലീസ് ഏറെക്കുറെ പൂർണ്ണമായും ഇത് പൂർണ്ണമായും തന്നെ ഈ മേഖല അടച്ച് മാറ്റുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നലെ രാത്രിയോടുകൂടി സ്ഥിതി ഇപ്പോൾ മാറുകയാണ്. വീണ്ടും കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ ഈ മേഖലകളിലേക്ക് വരികയാണ്. ഇവിടെ ഈ സത്യാഗ്രഹത്തിനായി വരുന്നവർക്ക് ഇന്നലെ ഈ മരുന്ന് മറ്റും സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ തന്നെ ഈ മരുന്ന് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ, അതായത് ഈ വരുന്നവർക്ക് ചികിത്സയ്ക്ക്, പ്രാഥമിക ചികിത്സയ്ക്കും മറ്റും നൽകുന്നതിനുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ CJP പ്രവർത്തകർ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഈ എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ വരുന്നവർക്ക് നൽകുന്നത്, അതായത് ചെറിയ തോതിലുള്ള ഭക്ഷണം, മരുന്ന്, വെള്ളം തുടങ്ങിയ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഈ CJP ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് സമയം അല്പം കഴിയുമ്പോൾ കൂടുതൽ പേർ എത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഇതിനിടയിൽ ഇന്നലെ ഈ JP നദ്ദയുമായി CJP നേതാക്കൾ ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ച ഏതാണ്ട് പൊളിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ആ ചർച്ചയിൽ 3 ആവശ്യങ്ങളായിരുന്നു CJP മുന്നോട്ട് വെച്ചിരുന്നത്. അതിൽ ഒന്ന് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണ്. ആ രാജി ആവശ്യം അംഗീകരിക്കേണ്ടതില്ല എന്ന് BJPയുടെ നേതൃതലത്തിലും സർക്കാരിന്റെ നേതൃതലത്തിലുമൊക്കെ തീരുമാനമായിട്ടുണ്ട്. പക്ഷേ വാങ്ചുക്കിനെ മോചിപ്പിക്കുന്ന കാര്യത്തിലും അതുപോലെ തന്നെ ഈ നീറ്റ് പരീക്ഷയെ തുടർന്ന് ഈ ജീവൻ നഷ്ടപ്പെട്ട, അതായത് അതിന്റെ സമ്മർദ്ദത്തേക്ക് തുടർന്ന് ജീവൻ നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന CJPയുടെ ആവശ്യവും അനുഭാവപൂർവ്വം പരിഗണിക്കുവാൻ വേണ്ടി ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം. ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഒരുപക്ഷെ ഇന്ന് ഉണ്ടായേക്കാം. പക്ഷെ അതൊന്നും കൊണ്ട് ഈ കാര്യങ്ങൾ തീരില്ല. കാരണം ഇപ്പോൾ നമ്മൾ കാണാം, ഈ കൂടുതൽ പ്രവർത്തകർ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സമരം ഇന്നും വീണ്ടും ശക്തമാകുവാനാണ് സാധ്യത. ഇന്നലെ കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ടായിരുന്നതിന് പോലെ തരത്തിൽ കൂടുതൽ പ്രവർത്തകർ ഇവിടെ എത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് രാവിലെ മുതൽ കാണാൻ വേണ്ടി കഴിയുന്നത്. ഡൽഹിയിലെ ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും ഒക്കെ മഴ ഉണ്ടായിട്ടും ആ മഴയൊക്കെ അവഗണിച്ചുകൊണ്ട് നിരവധി വിദ്യാർത്ഥികളും യുവാക്കളും ഒക്കെയാണ് ഈ ജന്തർ മന്ദറിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും അല്പസമയം കഴിയുമ്പോൾ ജന്തർ മന്ദർ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നതുപോലെ തന്നെ ഇന്നും വലിയ തോതിലുള്ള ജനനിമിഡമാകുവാനാണ് സാധ്യത. ഇന്നലത്തെ ഈ അക്രമ സംഭവങ്ങൾ, അരങ്ങേറിയ അക്രമ സംഭവങ്ങൾ തികച്ചും ആസൂത്രിതമാണ് എന്നാണ് BJP ആരോപിക്കുന്നത്. അവർ പറയുന്നത് ഈ ഇടത് വിദ്യാർത്ഥി സംഘടന, പ്രത്യേകിച്ച് ICM, SFIയും ഒക്കെയാണ്
ഈ അക്രമ സംഭവങ്ങൾ നടത്തിയതെന്നാണ് ഈ BJP നേതാക്കൾ അവകാശപ്പെടുന്നത്. ഈ തികച്ചും അതിനെ ചെറുക്കാനുള്ള എല്ലാ നടപടികളും ഡൽഹി പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ലേ ബാലഗോപാൽ? മാത്രമല്ല വലിയ സുരക്ഷാ ക്രമീകരണങ്ങളും ഒക്കെ സജ്ജീകരിച്ചിട്ടുണ്ടാവില്ലേ? തീർച്ചയായും മോത്തി ഇന്ന് ഉണ്ടാകുകയാണെങ്കിൽ ഇന്നും ഈ മേഖലകളിലേക്ക് വരുന്നത്, അതായത് ജന്തർ മന്ദറിന്റെ രണ്ട് ഭാഗങ്ങളും പോലീസ്, നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞിട്ടുണ്ട്. വലിയ തോതിലുള്ള സുരക്ഷാ വിന്യാസം, അതായത് പോലീസുകാരുടെ സാന്നിധ്യം ഈ ബാരിക്കേഡുകൾക്ക് അപ്പുറത്ത് നമ്മൾ ആ കാണുന്ന ബസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോലീസുകാരുടെ അതുപോലെ തന്നെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെയും ഒക്കെ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ച് അല്ലെങ്കിൽ അവരെ കൊണ്ടുവന്നിരിക്കുന്ന ബസ്സുകളും മറ്റുമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. വലിയ തോതിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും സുരക്ഷാ വിന്യാസവും ഈ ജന്തർ മന്ദറിന് ചുറ്റും, ജന്തർ മന്ദറിന്റെ രണ്ട് ഭാഗത്തും, ഇത് ജന്തർ മന്ദർ ഭാഗമാണെങ്കിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗമാണ് കേരള ഹൗസിന്റേക്ക് പോകുന്ന ഭാഗം. അവിടെയും വലിയ തോതിലുള്ള സുരക്ഷാ വിന്യാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നിരുന്നാൽ കൂടിയും പോലീസ് ഇന്നലെ ഈ മേഖലയെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നവരെയാണ് ഇന്നലെ ഉച്ചയ്ക്ക് പോലീസ് ഈ പ്രദേശത്ത് നിന്ന് ഏറെക്കുറെ ഒഴിപ്പിച്ചത്. പക്ഷേ രാത്രിയോടുകൂടി ഈ വീണ്ടും കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ ഇവിടെ എത്തുകയും നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ, ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ അവർ വീണ്ടും സംഘടിക്കുകയാണ്. ഇന്നലെ പോലീസ് പൊളിച്ചു മാറ്റിയ ആ സ്റ്റേജ് അത് വീണ്ടും പുനർനിർമ്മിക്കുന്നതിനുള്ള നടപടികളുമൊക്കെ രാവിലെ തുടങ്ങുന്നുണ്ട്. ഇന്നും പോലീസിന്റെ ഭാഗത്ത് നിന്ന് നിലവിൽ അതിന് യാതൊരു തരത്തിലുള്ള തടസ്സവും ഏർപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ വൈദ്യുതി ബന്ധം ഉൾപ്പെടെ വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് കൂടുതൽ, അതായത് വൈദ്യുതി ബന്ധം ഒക്കെ വിച്ഛേദിക്കപ്പെട്ട സാഹചര്യം സമരം അവസാനിക്കുമെന്നായിരുന്നു പോലീസ് കരുതിയിരുന്നത്. പക്ഷെ ആ കണക്കുകൂട്ടലുകൾ തെറ്റുകയാണ്. ബാലഗോപാലാണ് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. CJP പ്രവർത്തകർ ഇന്നും പ്രതിഷേധം നടത്തും ജന്തർ മന്ദറിൽ.